രാത്രി വൈകിയും പലയിടങ്ങളിൽ നിന്ന് ആക്രമണ വാർത്തകളാണ് വരുന്നത്. നേരത്തെ നടന്ന ആക്രമണങ്ങളുടെ നാശനഷ്ടം സംബന്ധിച്ച പുതിയ വിവരങ്ങൾ കൂടി ഈ ഘട്ടത്തിൽ ഇപ്പോൾ അറിവാകുന്നുണ്ട്. മുഹമ്മദ് റഹീസ് ചേരുന്നുണ്ട് ഇപ്പോൾ ദുബായിൽ നിന്ന്. റഹീസിയും പുതിയ ഈ ട്രക്കുകൾക്ക് അനുമതി നൽകുന്ന വാർത്തയുൾപ്പെടെ മറ്റെന്തൊക്കെ പുതിയ വിവരങ്ങളുണ്ട് ഇപ്പോൾ മുഹമ്മദ് റഹീസ്? ഉന്മേഷ, നിലവിൽ ഈ ട്രക്കുകൾക്ക് അനുമതി നൽകുന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിവരം. ഇവിടെ ഈ ദുബായിയെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ UAE സംബന്ധിച്ചിടത്തോളം ഒക്കെ ഉണ്ടാകുന്ന ഏറ്റവും വിവരം ട്രക്കുകൾക്ക് അനുമതി നൽകുന്നതുമായി ബന്ധപ്പെട്ടിട്ടാണ്. ദുബായിലെ മുഴുവൻ റോഡുകളിലും ഹെവി ട്രക്കുകൾക്ക് അനുമതി നൽകി. മാർച്ച് 4 വൈകുന്നേരം വരെയാണ് ഈ അനുമതി നൽകിയിരിക്കുന്നത്. അതായത് ബുധനാഴ്ച വൈകിട്ട് 4 മണി വരെ ഈ ഹെവി ട്രക്കുകൾക്ക് റോഡുകൾ വഴി സഞ്ചരിക്കാം. നേരത്തെ ഇതിന് കൃത്യമായിട്ടുള്ള മാർഗനിർദ്ദേശമൊക്കെ നൽകിയിരുന്നു. പ്രത്യേകമായൊരു സമയമൊക്കെ നൽകി അതിൽ മാത്രമേ ഈ ഹെവി ട്രക്കുകളൊക്കെയും കൊണ്ടുപോകാൻ അത് യാത്ര ചെയ്യാൻ അത് ഓടിക്കാനൊക്കെയും ഒരു പ്രത്യേക സമയമുണ്ടായിരുന്നു. ചരക്ക് നീക്കത്തിനൊക്കെയും സമയമുണ്ടായിരുന്നു. പക്ഷേ അത് നിലവിൽ മാറ്റിവെച്ചിരിക്കുകയാണ്. അത് ചരക്ക് നീക്കം സുഗമമാക്കാനുള്ള ഒരു തീരുമാനത്തിന്റെ ഭാഗമായിട്ടാണ് നിലവിൽ ഈ നിയന്ത്രണങ്ങളൊക്കെയും മാറ്റിയിരിക്കുന്നത്. അതിൽ തന്നെ എയർപോർട്ട് ടണൽ, ഷിന്തഗ ടണൽ എന്നീ തുരങ്കപാതകൾ ഒഴികെയുള്ള റോഡുകൾ വഴിയാകണം ഈ ചരക്കു നീക്കം ഹെവി ട്രക്കുകൾ ഓടിക്കാൻ പാടുള്ളൂ എന്നുള്ളത് അറിയിച്ചിട്ടുമുണ്ട്. എന്തായാലും മാർച്ച് 5 മുതൽ നേരത്തെയുള്ള നിയന്ത്രണങ്ങൾ ബാധകമാകും എന്നുകൂടി പറഞ്ഞു വെക്കുകയാണ്. അതാണ് ഏറ്റവും പ്രധാനമായിട്ടും ഈ ട്രക്കുകളുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിവരം, അല്ലെങ്കിൽ UAE സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട വിവരം. ഒപ്പം തന്നെ ഷാർജ ഔദ്യോഗികമായിട്ട് എയർപോർട്ട് തുറന്നതുമായി ബന്ധപ്പെട്ടുള്ള വിവരങ്ങൾ സ്ഥിരീകരിക്കുന്നു. അതിനപ്പുറത്തേക്ക് ആക്രമണമോ മറ്റു കാര്യങ്ങളോ ഒന്നും ഉണ്ടായിട്ടില്ല. വൈകിട്ട് അബുദാബിയിൽ ഉണ്ടായ ആക്രമണമാണ് ഏറ്റവും ഒടുവിലായി UAE സംബന്ധിച്ചിടത്തോളം ഉണ്ടായിട്ടുള്ള ഒരു അപകടം. അതിനപ്പുറത്തേക്ക് മറ്റൊന്നും UAE സംബന്ധിച്ചുണ്ടായില്ല. ഇതുവരെ ഏതൊക്കെ തരത്തിലാണ് ആക്രമണത്തെ ചെറുത്തത് എന്നുള്ളതിന്റെ വിവരങ്ങൾ അത് ഓരോ രാജ്യങ്ങളും പുറത്തുവിടുന്നു. എന്നതിനപ്പുറത്തേക്ക് മറ്റു രീതിയിലേക്ക് ഒരു അപകട സാധ്യതയോ അല്ലെങ്കിൽ ഏതെങ്കിലും നിലക്ക് ആശങ്കയുണ്ടാക്കുന്ന വിവരങ്ങൾ നിലവിൽ എന്തായാലും UAE-യിൽ നിന്നില്ല. ഒപ്പം തന്നെ ഗൾഫ് രാജ്യങ്ങളിൽ നിന്ന് ആഗമനം ഇല്ല എന്നാണ് നിലവിൽ സൂചിപ്പിക്കുന്നത്. കഴിഞ്ഞ 2 ദിവസവും രാത്രി ചെറിയ രീതിയിലുള്ള ആക്രമണങ്ങളൊക്കെയും നടന്നിരുന്നു UAE-യിൽ. മറ്റ് ബഹ്റൈൻ ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ വലിയ രീതിയിലുള്ള ആക്രമണവും നടന്നിരുന്നു. എന്തായാലും നിലവിൽ ഇന്ന് രാത്രി ഈ സമയം വരെയും അലേർട്ടുകളൊന്നും എത്തിയിട്ടില്ല. മറ്റ് പ്രശ്നങ്ങൾ ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് പറയുന്നത്. ഏറ്റവും ഒടുവിലായി ഈ മുസാഫയിൽ ഉണ്ടായ അപകടത്തിന്റെ അവശിഷ്ടങ്ങൾ മുഴുവനായി നീക്കം ചെയ്തതെന്നു കൂടിയുള്ള വിവരം പുറത്തു വരുന്നുണ്ട്. ഉന്മേഷ്, ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.